അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ പുതിയ അപ്ഡേഷനോട് കൂടി വന്ന ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം ഷത്റുൽ ഔറത്ത്, ഔറത്ത് മറക്കൽ എന്നതിനെ കുറിച്ചാണ്. നമുക്ക് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാം, തദ്രിബാത്ത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷത്റുൽ ഔറത്ത്, ഔറത്ത് മറക്കൽ. ഔറത്ത് മറക്കൽ നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്താണല്ലോ. അതിൽ ചെറിയവർ വലിയവർ എന്നോ ഒറ്റക്കോ ഇരുട്ടിലോ എന്നോ വ്യത്യാസമില്ല. അതായത് നിസ്കാരം സ്വഹീഹാകാനുള്ള ഒരു ഷർത്താണേത്? ഔറത്ത് മറക്കൽ. അതിൽ ചെറിയവരാണെന്നോ വലിയവരാണെന്നോ ഇനി ഒറ്റക്കാണെന്നോ ഇരുട്ടിലാണെന്നോ എന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഔറത്ത് മറച്ചിരിക്കണം. അടുത്തതാ പുരുഷൻ്റെ ഔറത്താണ്. മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. പുരുഷൻ തൻ്റെ മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഔറത്തായി പരിഗണിച്ച് എല്ലായ്പ്പോഴും മറച്ചിരിക്കണം. അപ്പോൾ അത്രയും ഭാഗം മറച്ച പുരുഷൻ്റെ ഔറത്ത് മറഞ്ഞു. ഇനി സ്ത്രീയുടെ ഔറത്തോ? നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും. നിസ്കാരത്തിലാണെങ്കിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ് സ്ത്രീയുടെ ഔറത്ത്. അപ്പോൾ അവിടുന്ന് ചോദ്യം മനസ്സിലാക്കണം. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത്? മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ് സ്ത്രീയുടെ ഔറത്ത്. അടുത്തതാ അന്യപുരുഷന്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. അന്യപുരുഷന്മാരുടെ അടുത്ത് ശരീരം മുഴുവനും മറയ്ക്കണം. മുഖവും മുൻകൈയും ഒന്നും കാണിക്കാൻ പാടില്ല. അത് അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീയുടെ ഔറത്ത്. അപ്പോൾ ഇവിടെയും ചോദ്യം മനസ്സിലാക്കണം. അന്യപുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീയുടെ ഔറത്ത് ഏത്? ശരീരം മുഴുവനും ഔറത്താണ്. അടുത്തതാ ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും. ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. ഒറ്റക്കാണെങ്കിലും വിവാഹബന്ധം ഹറാമായ സഹോദരന്മാർ അല്ലേ, അവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് സ്ത്രീയുടെ ഔറത്ത്. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഹറാമായവരുണ്ട് അല്ലേ, നമ്മളെ കുടുംബത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്തവരുണ്ട്. ഉപ്പ മകളെ വിവാഹം കഴിക്കോ? ഇല്ല. അങ്ങനെയുള്ള വിവാഹബന്ധം ഹറാമായവരുടെ മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത് എന്താണ്? മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. ഇനി അമുസ്ലിം സ്ത്രീകളുടെ അടുത്തോ? ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ്. അമുസ്ലിം സ്ത്രീകൾ, മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് അവളൊരു ജോലി ചെയ്യുമ്പം വെളിവാകുന്ന സ്ഥലങ്ങൾ, അതൊഴികെ ബാക്കിയുള്ളവയെല്ലാം ഹറാമാണ്. അത് ഒക്കെ പ്രത്യേകം മനസ്സിലാക്കണം. നിസ്കാരത്തിൽ അന്യപുരുഷന്മാരുടെ ഇടയിൽ, വിവാഹബന്ധം ഹറാമായവരുടെ ഇടയിൽ, അമുസ്ലിങ്ങളായ സ്ത്രീകളുടെ ഇടയിൽ. ഇനി പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തൊക്കെയാണ്? തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. നമ്മൾ ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രം തൊലിയുടെ നിറം കാണാത്തത്, അതായത് നേലടിക്കുന്നതാവരുത്. നേരിയ തുണി കൊണ്ടായിരിക്കരുത് നമ്മുടെ വസ്ത്രം. അതാണ് ഔറത്ത് കാണാത്തത് ആവണം, തൊലിയുടെ നിറം കാണാത്തത് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറക്കണം, അടിഭാഗം മറക്കേണ്ടതില്ല. നമ്മൾ ഔറത്ത് മറയ്ക്കുമ്പോൾ മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറയ്ക്കണം, അടിഭാഗം മറക്കേണ്ടതില്ല. അതായത് നമ്മൾ നിസ്കാരത്തിൻ്റെ സമയം മുകൾ ഭാഗം, അതായത് തല മറയ്ക്കും, പിന്നെ ചുറ്റും ശരീരമൊക്കെ മറയ്ക്കും. പക്ഷേ കാലിൻ്റെ അടിഭാഗം നമ്മൾ മറക്കേണ്ടതില്ല എന്നതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയോ ഔറത്ത് മറയ്ക്കാവുന്ന ഒന്നും ഇല്ലാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. ഔറത്ത് മറയ്ക്കാനൊന്നുമില്ല, എന്താണ് നഗ്നനായിട്ട് നിസ്കരിക്കണം. ആ നിസ്കാരം മടക്കേണ്ടതില്ല. ഒരാൾക്ക് നിസ്കാര സമയത്ത് ഔറത്ത് മറയ്ക്കാൻ വസ്ത്രങ്ങളൊന്നും കിട്ടിയില്ല, അപ്പോൾ നഗ്നനായിട്ട് നിസ്കരിക്കണം. എന്നാൽ ആ നിസ്കാരം മടക്കേണ്ടതുമില്ല. ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ
വസ്ത്രങ്ങളൊന്നും ഇല്ല. വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറത്ത് മറയത്തക്ക രീതിയിൽ, അതായത് ഒരു സ്ത്രീ ആണെങ്കിൽ അവൾക്ക് നിസ്കാരക്കുപ്പായം ഇല്ല. അവർക്കൊരു സാധാ ഒരു ഡ്രസ്സാണുള്ളത്. അതുകൊണ്ട് ഔറത്ത് മുഴുവനും മറയ്ക്കാൻ കഴിയില്ല, നമ്മളെ കാല് വെളിവാകും അല്ലേ. അപ്പോൾ അവർ അങ്ങനെ ഉള്ള രൂപത്തിൽ ഇനി ഒന്നുമില്ല, അപ്പോൾ നഗ്നനായിട്ട് അവർക്ക് നിസ്കരിക്കാം. ആ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നാണ്. അപ്പോൾ മനസ്സിലാക്കാം. ഇനി സുന്നത്തുകളാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അതായത് നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, ഔറത്ത് മറയ്ക്കേണ്ട രീതിയിൽ വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സുന്നത്തുകളുണ്ട്. എന്താണ്? 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക. 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക. മറ്റൊന്ന് മുമ്പിൽ മറയുണ്ടെങ്കിൽ മേൽത്തട്ടമാക്കുക. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് മുന്നിൽ മറ, അതായത് മുസല്ല പോലുള്ള ഒന്നും ഇല്ലാത്തവനാണെങ്കിൽ ആ 2 വസ്ത്രത്തിൽ ഒന്ന് ധരിക്കുകയും മറ്റൊന്ന് എന്താണ് മുസല്ലയാക്കുകയും ആകാം. മറ ഉണ്ടെങ്കിലോ അത് മേൽത്തട്ടമാക്കുക. അതായത് മുന്നിൽ മറയുണ്ടെങ്കിൽ അത് മേൽത്തട്ടമാക്കുക, മറ ഇല്ലെങ്കിൽ അത് മുസല്ലയാക്കുക. അപ്പോൾ മനസ്സിലാക്കുക, അത് സുന്നത്താണ്. അപ്പോൾ നമ്മൾ മേൽമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുതുക് മറയ്ക്കാനുള്ള തോളിക്കൂടെ ഇടുന്ന പുരുഷന്മാർ അല്ലേ, അങ്ങനെയൊക്കെ ആക്കാനാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്? നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കുക, തലയും ചുമലും മറക്കുക. വെള്ള വസ്ത്രം ആണ് ഏറ്റവും ശ്രേഷ്ഠം. നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കണം. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ എന്താണ്, നല്ല വസ്ത്രം വേണം ധരിക്കാൻ. പിന്നെ തലയും ചുമലും മറക്കുക. അതായത് സ്ത്രീ ഏതായാലും മുക്കന ധരിക്കും, അപ്പോൾ തലയും ചുമലും ഒക്കെ മറയും. പുരുഷന്മാർ തുണി മാത്രം എടുത്ത് നിസ്കരിക്കുന്നവർ അതിൻ്റെ കൂടെ ഷോൾഡറും മറയുന്ന രീതിയിൽ ഒരു തട്ടമോ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ധരിക്കുക. അത് വെള്ള വസ്ത്രമാവണം. അതുപോലെ തല തൊപ്പി അല്ലേ, തല മറക്കുക, തൊപ്പി, അതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്, സുന്നത്താണ് കേട്ടോ. പിന്നെ പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. അതായത് പെരുന്നാൾ ദിവസം നമ്മൾ നല്ല വസ്ത്രം, അത് നമ്മൾ എല്ലായ്പ്പോഴും വാങ്ങുന്നതിനേക്കാളും ഒരു വില കൂടിയ വസ്ത്രമാവൽ അഫ്ളലാണ്. അഫ്ളൽ എന്നത് ശ്രേഷ്ഠമാണ്. നമ്മൾ എല്ലാ കല്യാണത്തിനൊക്കെ നല്ല വിലയുള്ള വസ്ത്രവും പെരുന്നാളിന് താൽക്കാലികം ഒരു പുതിയ ഡ്രസ്സ് ഇടാനല്ലേ എന്ന നിലയിൽ വില കുറഞ്ഞ വസ്ത്രവും ആവരുത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. ശരീര വണ്ണം പ്രകടമാകുന്ന വസ്ത്രം പുരുഷന് ഉത്തമമല്ല. നമ്മൾ ടൈറ്റായി കിടന്നിട്ട് ശരീരത്തിന് വണ്ണം പുറത്താവുന്ന രീതിയിൽ പ്രകടമാകുന്ന വസ്ത്രം പുരുഷന് ഉത്തമമല്ല. എന്നാൽ സ്ത്രീകൾക്ക് അത് കറാഹത്താണ്. സ്ത്രീകൾക്ക് അത് കറാഹത്താണ്. ശരീരത്തിൻ്റെ വടിവ്, ആകാരവണ്ണം ഒക്കെ അറിയുന്ന, ഷേപ്പൊക്കെ അറിയുന്ന വസ്ത്രം സ്ത്രീകൾക്ക് കറാഹത്താണ്, പുരുഷന്മാർക്ക് ഉത്തമമല്ല. അപ്പോൾ അതൊക്കെ വിധി എന്തെന്ന് ചോദിച്ചൊരു ചോദ്യം വരും. സ്ത്രീകൾ എന്താണ് ശരീരവണ്ണം പ്രകടമാകുന്ന വസ്ത്രം ധരിക്കുന്നതിൻ്റെ വിധി എന്ത്, പുരുഷൻ ധരിക്കുന്നതിൻ്റെ വിധി എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ വരാം, മനസ്സിലാക്കണം കേട്ടോ. ഇനിയാ അടുത്തത്, നജസ്സായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിലല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. അതായത് നമ്മളെ ശരീരത്തിലുള്ള വസ്ത്രം അതിൽ ചെറിയൊരു നജസ്സായിട്ടുണ്ട്, പക്ഷെ നനവൊന്നുമില്ല, ഉണങ്ങിയിട്ടുണ്ട് അല്ലേ, അത് നിസ്കാരത്തിലല്ലെങ്കിൽ ധരിക്കാം. നിസ്കാരത്തിൽ നമ്മൾ ആ വസ്ത്രം മാറ്റൽ നിർബന്ധമാണ്. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, നിസ്കാരത്തിലല്ലാത്തപ്പോൾ ധരിക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? സ്വർണം, വെള്ളി, പട്ട്, ഇത് ധരിക്കുന്നതിൻ്റെ വിധിയൊക്കെയാണ് പറയുന്നത്, മനസ്സിലാക്കാം. എന്താണ്? പട്ട് വസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. പുരുഷന്മാർക്ക് ഹറാമാണ് എന്ത്? പട്ട് വസ്ത്രങ്ങളും സ്വർണവും വെള്ളി ആഭരണങ്ങളും. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇവ ധരിക്കൽ അനുവദനീയമാണ്. പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഈ പട്ട് വസ്ത്രങ്ങളും സ്വർണവും വെള്ളി ആഭരണങ്ങളൊക്കെ ധരിക്കൽ അനുവദനീയവുമാണ്. ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. അവിടെ വെള്ളി അനുവദനീയമല്ലെങ്കിലും ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. അത് വലത് കൈയിലാവലാണ് ഉത്തമം. ചൂണ്ടുവിരലിലും നടുവിരലിലും കറാഹത്താണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു വെള്ളി മോതിരം വലത് കൈയിലെ ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. അടുത്തത് എന്താണ് പറയുന്നത്? ചായം കൊടുക്കൽ, അതായത് നിറം നൽകൽ. നമ്മൾ മനസ്സിലാക്കാം എന്താണ് അതെന്നുള്ളത്.
എന്താണ്? നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. ഇവിടെ ഒരു വസ്ത്രം അടിച്ചിട്ടുണ്ട്, നെയ്തത് എന്ന് പറഞ്ഞാൽ അടിക്കൽ. ഒരു ഷർട്ട് അടിച്ചിട്ടുണ്ട്, ഉദാഹരണം പറയാം. അത് പിന്നീട് അതിൽ കളർ ചെയ്യൽ എന്താണ്? എന്നിട്ട് ആ വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനിയോ, നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്ത്, കറുപ്പിക്കൽ ഹറാമുമാണ്. നരച്ച മുടിയിൽ ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്തും കറുപ്പിക്കൽ ഹറാമുമാണ്. അതായത് നമ്മൾ മുടി മൈലാഞ്ചിയൊക്കെ ഇട്ട് കളർ നൽകും, അത് മൈലാഞ്ചി ആവണം, മറ്റു കെമിക്കലുകളൊന്നും ആവാതെ ചെയ്യൽ പുരുഷന് സുന്നത്താണ്. എന്നാൽ കറുപ്പിക്കൽ ഹറാമുമാണ്. ഇനിയോ, പുരുഷന് കൈകാലുകളിൽ കാരണമില്ലാതെ മൈലാഞ്ചി ഇടലും താടി വടിക്കലും ഹറാമാണ്. അതായത് ഇപ്പോൾ കൈകാലുകളിൽ പുരുഷൻ മൈലാഞ്ചി ഇടൽ, സ്ത്രീകളാണല്ലോ മൈലാഞ്ചി ഇടൽ കയ്യിലും കാലിലൊക്കെ, അത് പുരുഷന് ഹറാമാണ്. അതുപോലെ താടി വടിക്കലും എന്താണ്? പുരുഷന്മാർക്ക് ഹറാമാണ്. അതിന് എന്തേ കാരണമുണ്ട്? താടി വളർത്തുന്നത് കാരണം എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് കുഴപ്പമില്ല. കാരണമില്ലാതെ താടി വടിക്കൽ ഹറാമാണ്. ഇനി കാലിൽ പല വിള്ളൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ, നഖത്തിൽ കുഴിനഖം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലർ പറയും മൈലാഞ്ചി മഞ്ഞളും അരച്ചിടാനൊക്കെ പറയും. അപ്പം അത് പുരുഷന്മാർക്ക് അങ്ങനെ ചെയ്തത് കൊണ്ട് അത് ഒരു കാരണം കൊണ്ട് ചെയ്തതാണ്. അപ്പം അതൊന്നും കുഴപ്പമില്ല. അല്ലാതെ മൈലാഞ്ചി ഇടലും താടി വെട്ടലൊക്കെ എന്താണ്? ഹറാമാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കതിൻ്റെ തദ്രിബാത്ത് നോക്കാം. എന്താണ് ആദ്യം വരുന്നത്? താഴെ തന്നതിൽ നിന്ന് ശരിയും തെറ്റും വേർതിരിക്കാനാണ്. പുരുഷൻ്റെ ഔറത്ത് ഏതാണെന്നാണ്. പുരുഷൻ്റെ ഔറത്ത് നമുക്കവിടെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അലിഫ്, ബാ, താ എന്ന് പറഞ്ഞിട്ട്. തല മുതൽ കാല് വരെ, മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം, പിന്നെ മുഖവും കയ്യും എന്ന്. അപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ്. അടുത്തതാ രണ്ടാമത്തത്, നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് ഏതാണ്? നമുക്കവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? തല മാത്രം, കൈകാലുകൾ മാത്രം, മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാം എന്ന്. അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാം നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്താണ്. ഇനി മൂന്നാമത്തതാ, പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം. പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം ഏതാണ്? സ്വർണ്ണമോതിരം, വെള്ളിമാല, 1 വെള്ളി മോതിരം. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? വലത് കൈയിലെ ചെറുവിരലിൽ 1 വെള്ളി മോതിരം അണിയൽ സുന്നത്താണ്. അപ്പോൾ അവിടെ 1 വെള്ളി മോതിരം എന്നത് നമുക്കവിടെ ശരിയാണ്. നാലാമത്തത്, വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം ഏതാണ്? ഇവിടെ കറുപ്പ്, വെള്ള, ചുവപ്പ്. വെള്ളയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനിയോ, ബയ്യിനുൽ അഹ്കാം വിധി എഴുതാനാണ്. എന്താണ്? നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. ഇനി നരച്ച മുടി ചുവപ്പ് മഞ്ഞ കളർ കൊടുക്കൽ സുന്നത്താണ്. ഇനി ബയ്യിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാനാണ്. എന്താണ്? അന്യപുരുഷന് സമീപം സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? നമുക്ക് ആൻസർ എഴുതാം. ശരീരം മുഴുവനും മറയ്ക്കണം. അന്യപുരുഷന്റെ മുന്നിൽ സ്ത്രീ ശരീരം മുഴുവനും മറയ്ക്കണം. അടുത്ത രണ്ടാമത്തത്, പുരുഷന്റെ ഔറത്ത് ഏതാണെന്നാണ് വ്യക്തമാക്കേണ്ടത്. മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. അടുത്തതാ, പുരുഷന്റെ അണിയിൽ ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? പുരുഷന്റെ അണിയിൽ ഹറാമായ വസ്തുക്കളാണ് പട്ടുവസ്ത്രങ്ങളും സ്വർണം, വെള്ളി ആഭരണങ്ങളും. അവിടെ പുരുഷന് അണിയിൽ ഹറാമായ വസ്ത്രം ഏതെന്ന് വെച്ചാൽ നമുക്ക് പട്ടുവസ്ത്രം, ആഭരണം ഏതാണെന്ന് വെച്ചാൽ സ്വർണം, വെള്ളി ആഭരണങ്ങൾ. അതൊക്കെ മനസ്സിലാക്കി വേർതിരിക്കാനൊക്കെ വന്നാലേ മനസ്സിലാക്കണം കേട്ടോ. അടുത്ത എന്താണ്? നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്താണ്. അടുത്തതാ, പുരുഷന് നരച്ച മുടിക്ക് മൈലാഞ്ചി ചായം ഇടുന്നതിൻ്റെ വിധി അത് സുന്നത്താണ്. മൈലാഞ്ചി ചായ ഇടുന്നതിൻ്റെ വിധി സുന്നത്താണ്. അടുത്തത് എന്താണ്? നമുക്ക് താഴെ ഉള്ളതിൽ
ശരിയും തെറ്റൊക്കെ അടയാളപ്പെടുത്താനാണ്. തെറ്റായത് ശരിയാക്കി എഴുതുകയും വേണം. എന്താണ്? പുരുഷൻ ചൂണ്ടുവിരലിലെ മോതിരം ധരിക്കൽ സുന്നത്താണ്. പുരുഷന് ചൂണ്ടുവിരലിൽ മോതിരം ധരിക്കൽ സുന്നത്താണ്. ആണോ? അല്ല, തെറ്റാണ് അല്ലേ? പുരുഷൻ എന്താണ്? ചെറുവിരലിലാണ്, വലത് കൈയിൻ്റെ ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ശരിയും തെറ്റും അടയാളപ്പെടുത്തിയിട്ട് അവിടെ ശരി ഉത്തരം എഴുതുകയും വേണം. അപ്പം അത് മനസ്സിലാക്കാം. ഇനി അടുത്ത രണ്ടാമത്തത് എന്താണ്? പുരുഷന് സ്വർണം പട്ടും ധരിക്കുന്നത് ഹലാലാണ്. ഹലാലാണോ? തെറ്റാണ്. പുരുഷന് സ്വർണം പട്ട് ധരിക്കല് ഹറാമാണ്. ഹറാമാണ്. അപ്പോൾ മനസ്സിലാക്കാം. അടുത്തത് മൂന്നാമത്തത്, ഔറത്ത് മറക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്താണ്? നഗ്നനായി നിസ്കരിക്കണം. ശരിയാണ് അല്ലേ? ശരിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ശരിയാക്കി ആൻസർ എഴുതാനില്ല, അത് ശരി തന്നെയാണ്. അടുത്തത് നമുക്ക് എന്താണ്? ഒരു പ്രവർത്തനമാണ്. എന്താണ്? പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാൻറ് ധരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഔറത്ത് മറയുന്ന പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം നിർബന്ധമായി മറഞ്ഞിരിക്കണം. ഔറത്ത് മറയുക, ആ പാൻറ് ധരിക്കുമ്പോൾ ഔറത്ത് മറയണം. പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം നിർബന്ധമായി മറഞ്ഞിരിക്കണം. പിന്നെ അമിതമായി ഇടുക്കം ഒഴിവാക്കണം, അതായത് ടൈറ്റ് ആയതാവരുത്. എന്താണ്? ശരീരാകൃതി പുറത്താകുന്ന വിധത്തിൽ വല്ലാതെ ടൈറ്റായിട്ട് ഉള്ള പാൻറ്റുകളൊക്കെ ഒഴിവാക്കണം. പിന്നെ ഇരുന്ന് വിസർജിക്കുക. എന്താണ്? പാൻറ് ധരിച്ച് നിൽക്കുമ്പോൾ മൂത്രമൊഴിച്ചാൽ വസ്ത്രത്തിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇരുന്ന് വിസർജിക്കുന്നത് ശീലമാക്കുക. ഇരുന്ന് വിസർജിക്കണം എന്നതിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? വെള്ള വസ്ത്രം ശ്രേഷ്ഠമാണ് എന്നതിനുള്ള കാരണം. എന്താണ് വെള്ള വസ്ത്രം ശ്രേഷ്ഠമാണ് എന്നതിൻ്റെ കാരണം? വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് വെള്ള വസ്ത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽബസു മിൻ സിയാബിക്കുമുൽ ബയാള ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്നും വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക, തീർച്ചയായും അത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായതാണ്. അടുത്തതാ, നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയായിരുന്നു. അതിനാൽ വെള്ള വസ്ത്രം ധരിക്കുന്നത് നബിചര്യയെ പിന്തുടരലാണ്. നബിചര്യ പിന്തുടരൽ സുന്നത്താണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. വെള്ള വസ്ത്രം ധരിക്കുന്നത് നന്മയുടെയും ശുദ്ധിയുടെയും അടയാളമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കാം. ഇത്രയാണ് നമുക്ക് പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് തദ്രീബാത്തിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.